നമ്മളെല്ലാവരുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത ഒരുപാട് ജിമെയിൽ ഐ ഡികൾ കിടക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് ഈ വെറുതെ കിടക്കുന്ന നിങ്ങളുടെ ജിമെയിൽ ഐ ഡികൾ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതിലൊരു കാര്യങ്ങളുണ്ട്. ഇനി ഈ ഐ ഡി ചിലപ്പോൾ നിങ്ങൾ മുമ്പ് നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഈ ഐ ഡി കൊണ്ട് ആവശ്യമില്ല. പക്ഷേ ഒരുപാട് ഡാറ്റകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഐ ഡിയിൽ ഉള്ളത് കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് അതിലത്തെ ഡാറ്റകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഐ ഡി നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെയെന്നാണ് നമ്മൾ വീഡിയോ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളിട്ടാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് നമ്മുടെ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും. റൈറ്റ് സൈഡിലായിട്ട് ജസ്റ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് താഴെ വരാം. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി താഴെ നമ്മൾ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് യുവർ ഡാറ്റ എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ ഒരു ഐ ഡി നമ്മൾ മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഡാറ്റകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കണം. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അതിൽ ഈ ഒരു ഇമെയിലുള്ള ഡാറ്റകളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡാറ്റകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഐ ഡിത്തെ ഡാറ്റകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇനി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി താഴെ വരാം. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് പറഞ്ഞിട്ട് ഇവിടെ വലിയ രീതിയിൽ തന്നെ ഏറ്റവും അവസാനം കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡിലീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അവിടെ ജസ്റ്റ് നമുക്കൊന്ന് ലോഡായിട്ട് വരുന്നുണ്ട്. ലോഡായി വന്നതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഐ ഡി കാര്യങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോണിൻ്റെ പാസ്വേഡാണ് കൊടുക്കുന്നത്. ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇവിടെ ചോദിക്കുന്നത് ഡൗൺലോഡ് യുവർ ഡാറ്റ എന്ന്, അതായത് ഇതിലെ ഡാറ്റകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പ്രത്യേകം വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്. ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്യാം. കാരണം ഈ ഒരു ഐ ഡി നമ്മൾ പെർമനൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഐ ഡി യൂസ് ചെയ്യുന്ന പല ഡാറ്റകളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് നേരെ താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിവിടെ രണ്ട് ഓപ്ഷനിൽ ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. ഈ രണ്ട് ഓപ്ഷനിൽ ജസ്റ്റ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഈ ഒരു ഡിലീറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ജിമെയിൽ ഐ ഡി പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളൊന്ന് പരിഹരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയും ചെയ്യുക. ആ ഐ ഡി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ആ ഒരു ഐ ഡി നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് ഗൈസ്. ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോളി. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ.